ഈ കോട്ടയം എപ്പോഴും കോൺഗ്രസ്സുകാരുടെയും കേരള കോൺഗ്രസിൻ്റെയൊക്കെ ഒരു തട്ടകമായിട്ടാണ് നിൽക്കുന്നത്. കോട്ടയം ജില്ലയിൽ പക്ഷേ ഇക്കുറി പല അട്ടിമറികളും നടക്കും. പക്ഷേ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ UDFിനെ മറിച്ചിടുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. കോട്ടയത്ത് നമുക്കറിയാം തിരുവഞ്ചൂരാണ്. തിരുവഞ്ചൂര് മുമ്പ് അടൂരായിരുന്നു മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്നത്. തിരുവഞ്ചൂരിൻ്റെ കാലത്ത് അടൂരിന് വലിയ മാറ്റവും സംഭവിച്ചു. തിരുവഞ്ചൂരിനെ ഭയന്നാണ് BN വാസവന് കോട്ടയത്തു നിന്ന് വണ്ടി കയറി ഏറ്റുമാനൂർക്ക് പോയത്. അപ്പോൾ തിരുവഞ്ചൂരിനെ ആർക്കും പിടിച്ചു കെട്ടാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണത്തെ ചിത്രവും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം ഞാൻ അവിടുത്തെ ആളുകളുമായിട്ടൊരു വിസ്പർ ക്യാമ്പയിൻ പോലെ അവരുമായിട്ട് അവരുടെ അഭിപ്രായം ആര് ജയിക്കാനാണ് സാധ്യത നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പുതിയന വികാരം, ആ നിശബ്ദ ഭൂരിപക്ഷം അവരുടെ അഭിപ്രായമാണല്ലോ എപ്പോഴും വോട്ടായിട്ട് മാറി വിജയമായിട്ടും മാറുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ തിരുവഞ്ചൂരല്ലാതാരാ എന്നൊരു തരത്തിലാണ് ചോദ്യം വരുന്നത്. ആർക്കും വേറൊരു രണ്ടാമതൊന്നും ആലോചിക്കാതെയാണ് ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ തിരുവഞ്ചൂരിന് വലിയൊരു നേട്ടമാവുമെന്ന് തോന്നുന്നു. ചുവരെഴുത്തിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്നത് തിരുവഞ്ചൂർ തന്നെയാണ് ഇപ്പോഴും നമ്മൾ മൊത്തത്തിൽ ആ മണ്ഡലം മുഴുവൻ നോക്കുമ്പോൾ. അതേസമയം പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് പണത്തിൻ്റെ ഒരു വലിയൊരു നല്ല പൂത്ത കാശുണ്ടെന്നുള്ളൊരു അനുഭവമാണ് നമ്മുടെ K. അനിൽകുമാർ കാണിക്കുന്നത്. നമുക്ക് തോന്നുന്നത് പത്രത്തിലാണ് പരസ്യം കൊടുക്കുന്നത്. ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ട് കേരളം മുഴുവൻ പോകുന്ന എഡിഷനിലാണ് പരസ്യമൊക്കെ കൊടുത്തുകൊണ്ട് വരുന്നിരിക്കുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്ന പ്രത്യേകിച്ചും റോഡ് ടു റിവർ പദ്ധതി, ആ നദികൾ മീനച്ചിലാറ്, ഓടൂരാറ്, അങ്ങനെയുള്ള കുറേ ആറുകളുണ്ടല്ലോ, ദൂഷിച്ച് കിടക്കുന്ന മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന ആ നദികൾ ഒക്കെ ശുദ്ധീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം. ശരിയാണ്, അതിൽ കുറച്ച് ആക്റ്റീവായിട്ട് ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു നേട്ടം കോട്ടയത്തിന് വരുത്തിയാണ്. പക്ഷേ ഇതൊന്നും അല്ല തിരുവഞ്ചൂരിൻ്റെ സംഭാവന. തിരുവഞ്ചൂരുള്ളപ്പോൾ ആ മണ്ഡലം എന്ന് പറയുന്നത് അടൂരിൽ അദ്ദേഹം ഇരുന്നപ്പോൾ എങ്ങനെയാണ് നന്നാക്കിയെടുത്തത് അതുപോലെ തന്നെ ചെയ്തിരുന്നു എന്നുള്ള പാസ്റ്റ് ടെൻസിൽ പറയണം. കാരണം ഇപ്പോൾ തിരുവഞ്ചൂർ ഏതൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പണം ചോദിച്ചാലും കൊടുക്കുകയില്ല. MLA ഫണ്ടിൽ നിന്ന് പോലും കൊടുക്കാത്ത ഒരവസ്ഥയാണ്. വളരെ ദയനീയമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട, അതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ല. പക്ഷേ നമ്മൾ SH റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കോട്ടയത്തിൻ്റെ നഗരത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ 8 കാലി വല പോലെ ഒരു ഇരുമ്പ് കൊണ്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇത് ശരിക്കും ഇറാൻ അയക്കുന്ന മിസൈലുകൾ പോലെ വലിയ അപകടകരമാണ്. ആരുടെയെങ്കിലും തലയ്ക്ക് വീണ് ഏത് നിമിഷവും വലിയ പരിക്കും പറ്റിയ അപകടം. മിസൈൽ ഉണ്ടാക്കുന്ന അപകടത്തിനേക്കാളും വലിയ അപകടമാണ് എന്ന് പറഞ്ഞാൽ ആക്രി സാധനങ്ങളിൽ വെടിമരുന്ന് നിറഞ്ഞാണ് ആദ്യകാലങ്ങളിലൊക്കെ ഇറാൻ ഇങ്ങനെ മിസൈൽ പായിച്ചിരുന്നത്. ആക്രി സാധനങ്ങളാണ് തലയിൽ വന്ന് വീണ് 1-2 മലയാളികൾ അവിടെ മരിച്ചത്. പിന്നെയും പലരും മരിക്കുകയുണ്ടായി. അപ്പം തന്നെ അതുകൊണ്ട് ഇപ്പോൾ പോലീസ് അവിടുത്തെ UAE പോലീസ് വന്ന് അത് എടുത്തുകൊണ്ട് പോകും. അത് വേറൊരു വിഷയം. അതുപോലെ അപകടം പിടിച്ച് നിൽക്കുക, തുരുമ്പിച്ചിരിക്കുന്നു, ഇരുമ്പ് കൊണ്ടുള്ളതാണത്. എന്തുകൊണ്ടെന്നറിയോ സംഭവം? ആകാശപാത. എന്തിനു വേണ്ടിയുള്ളത്? അതും വളരെ തിരക്ക് പിടിച്ചതും വീതി കുറഞ്ഞ ഉള്ളതുമായ ആ പ്രദേശത്തെ ആളുകൾക്ക് ക്രോസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള ആകാശപാത. അതൊരിപ്പോഴും ഒരു ആകാശ കുസുമമായിട്ട് നിൽക്കുക. കാര്യം എന്താ? തിരുവഞ്ചൂരിൻ്റെയാണ് ആ പ്രോജക്റ്റ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ തുടർന്ന് വന്ന LDF ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് 5 പൈസ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുകയുമില്ല. അങ്ങനെ ഇപ്പോൾ തിരുവഞ്ചൂർ, നമ്മുടെ VN വാസവനെ തോപ്പിച്ച തിരുവഞ്ചൂർ ഇപ്പോൾ അങ്ങനെ ആളാവണ്ടെന്നൊരു വാശിയിൽ ആ പദ്ധതി കുളമാക്കി വെച്ചിരിക്കുക. വാസ്തവത്തിൽ അതിപ്പോൾ നിങ്ങളങ്ങനെ ആളാവണ്ട, ഞങ്ങളുടെ ആൾ വരട്ടെ. ഇപ്പോൾ അനിൽകുമാർ വരുവാണെങ്കിൽ ആ പദ്ധതി നടപ്പാകും. തിരുവഞ്ചൂരാണെങ്കിൽ നടപ്പാക്കുകയില്ല. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ആ മണ്ഡലത്തിലുടനീളം തിരുവഞ്ചൂരെന്ന് പറയുന്ന അഴിമതിരഹിതനായിട്ടുള്ളൊരു മനുഷ്യന്, അതുപോലെ തന്നെ ആളുകളുടെ അഭ്യർത്ഥനകൾ എപ്പോഴും മാനിക്കും. ഒരു സ്ഥലം മാറ്റം വേണമെന്നോ മറ്റോ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഒപ്പിട്ട് കൊടുക്കും, രണ്ടാമതൊന്നും നോക്കാതെ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ആർക്കും എപ്പോഴും വേണമെങ്കിൽ സമീപിക്കാം ഒരു മനുഷ്യൻ. തിരുവഞ്ചൂരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമെങ്കിലും അത് ഉൾനാടൻ ഗ്രാമമാണ്. അവിടുന്ന് മാറി നമ്മുടെ നഗരത്തിനകത്ത് തന്നെ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോഴും പോവാം. അങ്ങനെ ഉള്ള ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ഒരു നല്ല പ്രതിച്ഛായമുണ്ട്. അനിൽകുമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതിച്ഛായുള്ള ആളല്ല. കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ തരത്തിലൊരു താർക്കികൻ എന്നുള്ളതിനപ്പുറം വലിയൊരു ഇമേജ് ഒന്നും നഗരത്തിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളല്ല. പിന്നെ പാർട്ടിക്കാരുടെ വോട്ട് കിട്ടും. പാർട്ടിക്കാർ നല്ലപോലെ ഉണ്ട് താനും ഈ മണ്ഡലത്തിൽ. ഉറച്ച വോട്ടുകൾ ഉണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലും അവർ മികച്ച പ്രകടനം ജോസ് കെ മാണിയുടെയൊക്കെ പിന്തുണയോടുകൂടി നേടിയിട്ടുമുണ്ട്. വാസ്തവമാണ്.
പക്ഷേ തിരുവഞ്ചൂരിനെ തോൽപ്പിക്കാൻ ഈ അനിൽകുമാർ പോരാ എന്നുള്ളതാണ് വാസ്തവം. VN വാസവൻ പോലും വന്നിട്ട് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലത്തിൽ തീർച്ചയായിട്ടും VN വാസവനെ പറ്റി അഴിമതിക്കാരൻ ഒരു പ്രതിച്ഛായ മണ്ഡലത്തിലുള്ളൂ. അതും കൂടെ പറയാം. പ്രത്യേകിച്ച് ശബരിമല കാര്യത്തിൽ ഉൾപ്പെടെ അതിനു മുമ്പും പല ഒരു മിടുക്കൻ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുമ്പോൾ അവിടെ ശക്തരായിട്ടുള്ള ഈ NDAയുടെ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സുരേഷ് കുറുപ്പ് ആയിരുന്നെങ്കിൽ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയിരുന്നു, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. സുരേഷ് കുറുപ്പ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയി. അതിന് കാരണങ്ങളുണ്ട്, അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ NDAയുടെ ഒരൊറ്റ ചുവരെഴുത്ത് അവിടെ മണ്ഡലത്തിലാകെ ഞാനൊന്ന് പര്യടനം നടത്തി നോക്കി, ഒരൊറ്റ ചുവരെഴുത്ത് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ആരാണെന്ന് പോലും കാണാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ NDA രാജീവ് ചന്ദ്രശേഖർ മണ്ടത്തരങ്ങളൊന്നും കാണിക്കും എന്ന് തോന്നുന്നില്ല. പാലായിൽ അതേസമയം മണ്ഡലം നിറഞ്ഞു പ്രവർത്തിക്കുന്ന നമ്പർ 1. അതാണ് ഞാൻ പറഞ്ഞത്. കോട്ടയം ജില്ലയിൽ നിന്ന് ഇത്തവണ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില റിസൾട്ട് ആയിരിക്കും. അതെ, ഷോൺ ജോർജ് നമ്പർ 1 ആയിട്ട് തന്നെ തിളങ്ങുന്നുണ്ട് അവിടെ. വളരെ ഏറ്റവും പക്ഷേ ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യം, NDAയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഈ പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയമസഭാ മണ്ഡലം, ഈ മണ്ഡലത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അവിടെ NDAയുടെ സ്ഥാനാർത്ഥി 2020-ക്കാണ്, ഘടകകക്ഷിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവരതിനെക്കുറിച്ച് ഒരക്ഷരം ശബരിമലയെ കുറിച്ച് പറയുന്നില്ല. യഥാർത്ഥത്തില് ശബരിമല വിഷയം കത്തിക്കാവുന്ന ഒരു മണ്ഡലമായിരുന്നു റാന്നി. ശബരിമല യുവതീ പ്രവേശ സമയത്താണ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്തു നിന്നും കോന്നിയിലേക്കും രണ്ടിടത്തും മത്സരിച്ചു. എന്തോ കേരളത്തിൽ ഏതാണ്ട് 120 സീറ്റ് പിടിച്ചു നിൽക്കുന്ന BJP പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സുരേന്ദ്രൻ കാണിച്ച അഭ്യാസം, അല്ലെ? അപ്പൊ ഈ റാന്നിയില് ഇവരെന്താണ് ഇത്തരത്തില് ഈ 2020 കൊടുത്ത് കീഴടങ്ങിയിരിക്കുകയാണ്. എനിക്കും വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം. ഞാൻ പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിനേക്കാൾ ശബരിമല വിഷയം വളരെ വൈകാരികമായിട്ട് കൂടിപ്പിരിക്കൊണ്ടിരുന്ന സമയത്ത്, അതായത് നായർ യുവതികൾ സ്വമേധയാ ആരും പറയാതെ തന്നെ ഈ നാമജപ ഘോഷയാത്ര നടത്തിയ കാലത്ത് അതിന് സ്വന്തമായിട്ടുണ്ടായ ഒരു, അല്ലേ, ആരും ആഹ്വാനം ചെയ്തിട്ടല്ല. ആ സമയത്ത് സുരേന്ദ്രൻ നിന്നിട്ട് പോലും പിടിക്കാത്ത ഒരു മണ്ഡലം ഈ പ്രാവശ്യം അങ്ങനെ വലിയൊരു കാറ്റായി വീശാതിരുന്ന ഒരു ഇളം കാറ്റായിട്ട് മാത്രം അങ്ങ് പോയി ഒന്നിൽ നിർത്തിയാൽ ജയിക്കില്ല. അവിടെ വെറുതെ നമ്മൾ പണം ഇനി മുടക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ് അവരെത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ പിന്നെ അങ്ങനെ ജയിക്കാത്ത സീറ്റുകൾ 2020-ക്ക് അങ്ങ് വിട്ടുകൊടുക്കാം. അവിടെ 2020-ക്ക് എന്ത് സാധനം നമുക്കറിയാം. അവിടെ കഴിഞ്ഞ തവണ പ്രമോദ് നാരായണനാണ് കേരള കോൺഗ്രസ് മാണി. 1200 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ കോൺഗ്രസിൽ നിന്ന് അവിടെ മത്സരിക്കുന്നത് പഴകുളം മധുവാണ്. പഴകുളം മധുവിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. കാരണം ആ മണ്ഡലത്തെ തിരുവഞ്ചൂർ എങ്ങനെ കോട്ടയത്തെ നന്നാക്കി അതുപോലെ നന്നാക്കിയ ഒരാളാണ് അടൂർ പ്രകാശ്, അല്ലേ? കോന്നി എന്ന് പറയാം. അത്ര മനോഹരമാക്കിയ ഒരു പാലായ KM മാണി ആക്കിയതുപോലെ ആക്കിയ ഒരാളാണ് അദ്ദേഹം. ഒരുപാട് ടൂറിസം സാധ്യതകൾ കൊണ്ടുവന്നു അടൂർ പ്രകാശ് ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ഒരാളാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന അങ്ങനെ ഈ ഒരു നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളത്രയും പ്രചണ്ഡമായ ഒരു പ്രചരണം മറ്റൊരു കോർപ്പറേഷനിലും ഉണ്ടായില്ലെന്നുള്ളത് സത്യം. കൊച്ചിയിലുണ്ടായില്ല, ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു ആ സമയത്ത്. കോഴിക്കോടുണ്ടായില്ല. തിരുവനന്തപുരമാണ് അവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം യൂണിപോളാറായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും. ആവശ്യമില്ലാതെ നമ്മൾ പോയിട്ട് തോക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലായിരിക്കും അവർ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത്. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവിടെയായിരുന്നു ഏറ്റവും നല്ല പ്രചാരണം. അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കൂ, കരമന ജയന്തിയൊക്കെ പ്രചാരണം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോയപ്പോഴത്തെ ഇതുപോലെ വലിയൊരു പ്രകടനം ഒരൊറ്റ പാർട്ടിയും വേറെ നടത്തിയിട്ടില്ല. അതുപോലെ നഗരം മുഴുവൻ കുലുക്കിയുള്ളതായിരുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഇത് അത്തരത്തിലുള്ള മറ്റു പ്രചാരണങ്ങളിൽ നിന്ന് കാടടച്ച് വെടിവെക്കുന്നതിനേക്കാൾ ഫോക്കസ് ചെയ്ത് ഉന്നം പിടിച്ചുള്ള ഒരു വെടിയായിരിക്കും എന്ന് തോന്നുന്നു. ഇതാണോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് നമ്മുടെ മെയ് 4-ലെ ഫലമാണ്. അതുവരെ നമുക്ക് ഇതിനും കാത്തിരുന്നേ. എന്തായാലും മണ്ടത്തരം കാണിക്കുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.